കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ ഒരു മെസ്സേജ് അയച്ചു. മെസ്സേജിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: സർ, ഞാനൊരു FSSA ലൈസൻസിന് അപേക്ഷിച്ചിരുന്നു. അപേക്ഷ ലൈസൻസിംഗ് അതോറിറ്റി എഡിറ്റിംഗിന് വേണ്ടി തിരിച്ചയച്ചിരുന്നു. എന്നാൽ എന്റെ ശ്രദ്ധയിൽ വരാത്തതിനാൽ 30 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി റിജക്റ്റ് ആയതായി കാണപ്പെടുന്നു. എനിക്ക് ആ അപേക്ഷ റീആക്ടിവേറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജ്. നമുക്കറിയാം, നാം ഫുഡ് സേഫ്റ്റി ലൈസൻസിന് വേണ്ടി അല്ലെങ്കിൽ FSSA രജിസ്ട്രേഷന് വേണ്ടി നാം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ ലൈസൻസിംഗ് അതോറിറ്റി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അതോറിറ്റി കൃത്യമായി സ്ക്രൂട്ടിനൈസ് ചെയ്യുകയും അതിനുശേഷം അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ആ അപേക്ഷ നിങ്ങൾക്ക് എഡിറ്റിംഗിന് വേണ്ടി തിരിച്ചയക്കുകയും ചെയ്യും, ഓൺലൈനായി തന്നെ. അത്തരത്തിൽ തിരിച്ചയക്കുന്ന അപേക്ഷകൾ നിങ്ങൾ കൃത്യമായി 30 ദിവസത്തിനകം എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോസ്കോസ് ഓൺലൈൻ സൈറ്റിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആയി പോകുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ലൈസൻസിംഗ് അതോറിറ്റി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അതോറിറ്റി നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റിംഗിന് വേണ്ടി തിരിച്ചയക്കുമ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരാതെ അത് 30 ദിവസം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച ഫീസും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ അടച്ച ഫീസ് നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആയി പോകുന്ന ആപ്ലിക്കേഷൻസ് റീആക്ടിവേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സൗകര്യമുണ്ടോ എന്നുള്ളതാണ് സംശയം. തീർച്ചയായിട്ടും ഉണ്ട്. 2023 ഡിസംബർ 4 മുതൽ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുന്ന ഫോസ്കോസ് ഓൺലൈൻ സൈറ്റിൽ ഇത്തരത്തിൽ റീആക്ടിവേറ്റ് ചെയ്യുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യുവാനുള്ള ഒരു സൗകര്യം നിലവിലുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആയതിൻ്റെ 30 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ അത്തരത്തിൽ റീആക്ടിവേഷന് വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ടതായിട്ടും വരുന്നില്ല. എന്നാൽ 30 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ റീആക്ടിവേഷന് വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ 30 ദിവസത്തിന് ശേഷം 60 ദിവസത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു ഫീസ് അടച്ചുകൊണ്ട്, രജിസ്ട്രേഷൻ ആണെങ്കിൽ 50 രൂപയും GSTയും, ലൈസൻസിനാണെങ്കിൽ 500 രൂപയും GSTയും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് റീആക്ടിവേഷൻ ചെയ്യാനുള്ള സൗകര്യം നിലവിലുണ്ട്. ഇത്തരത്തിൽ റീആക്ടിവേഷന് വേണ്ടി നാം ശ്രമിക്കുമ്പോൾ ഒരിക്കലും ലൈസൻസിംഗ് അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെയോ അനുമതി ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം തന്നെ ഓൺലൈനായിക്കൊണ്ട് ഫോസ്കോ സൈറ്റിൽ പ്രവേശിച്ചുകൊണ്ട് റീആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫോസ്കോ സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ വിത്ത് സക്സസ്ഫുൾ പേയ്മെന്റ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കോളത്തിൽ റിക്വസ്റ്റ് ഫോർ റീആക്ടിവേഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് റീസൺ എന്ന് കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും അത് റീആക്ടിവേറ്റ് ചെയ്യാനും കഴിയും.